മാർച്ചിൽ കടുത്ത ചൂടും അതിന്റെ ഫലമായി വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലും. സംസ്ഥാനം നേരിടുന്നത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയെന്ന് KSEB മുഖ്യമന്ത്രി അറിയിച്ചു. എങ്കിലും ലോഡ് ഷെഡിംഗ് നടപ്പാക്കാതെ മുന്നോട്ട് പോകുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ഹൈപ്പവർ കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തി. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ 1477 കോടി രൂപ വേണമെന്ന് വൈദ്യുതി ബോർഡ് സർക്കാരിനെ അറിയിച്ചു. ഏപ്രിലിൽ മാത്രം പ്രതിദിനം 22 കോടി രൂപ വേണം. 3 മാസം ശരാശരി 16 കോടി രൂപ പ്രതിദിനം കണ്ടെത്തണം. അതിനാൽ ഏപ്രിൽ മാസത്തിൽ 500 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന ബോർഡിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഏജൻസികളും കൂടി 3480 കോടി രൂപ വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ട്. ജല അതോറിറ്റി മാത്രം 2300 കോടി രൂപ നൽകണം. ഈ പണം നൽകാൻ നടപടി വേണമെന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനമായില്ല. ജല അതോറിറ്റിയുടെ പ്രതിമാസ ബില്ലായ 37 കോടി രൂപയിൽ 1 രൂപ പോലും അവർ അടയ്ക്കുന്നില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ 15 വർഷത്തെ കരാറിൽ 500 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ഈ വൈദ്യുതി ഓഗസ്റ്റിലെ ലഭിക്കൂ. 6 മാസത്തെയും 1 വർഷത്തെയും വൈദ്യുതി ബില്ല് മുൻകൂറായി അടയ്ക്കുന്നവർക്ക് നിലവിലുള്ള ഇളവ് വർദ്ധിപ്പിക്കാനും സർക്കാർ ബോർഡിന് അനുമതി നൽകി. ഒപ്പം വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.